തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് തമോഗർത്തത്തിന്റെ ഉള്ളിലുള്ളത്? അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാ പദാർത്ഥങ്ങളും അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികളും സ്റ്റഡീസും ഇന്നും നടക്കുന്നു. മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വഴിയാണ് ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പലരുടെയും മനസ്സിൽ പല സംശയങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഹോളുകളെല്ലാം വളരെ വലുതായിരിക്കും. എന്നാൽ അത് തെറ്റാണ്. ചെറിയ ബ്ലാക്ക് ഹോളും ഉണ്ട്. അവ എണ്ണത്തിൽ വളരെ കുറവാണ്. ലോകത്തെ മിക്കവാറും ബ്ലാക്ക് ഹോളുകളും നമ്മുടെ ചന്ദ്രന്റെ 10-1 വലുപ്പം പോലും ഉണ്ടായിരിക്കില്ല. ബ്ലാക്ക് ഹോൾ ഒരു വസ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം ബ്ലാക്ക് ഹോൾ എന്നത് ഒരു വസ്തു എന്നതിനേക്കാൾ റിലീജിയൻ ഓഫ് സ്പേസ് ആണ്. അതായത് സ്പേസിലെ ഒരു പ്രദേശം. സ്പേസിലെ മറ്റൊരു ഏരിയയെ അപേക്ഷിച്ചും ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ നിന്നും ഒരു വസ്തുവിനും പുറത്തു കടക്കാൻ കഴിയില്ല, ഇവൻ പ്രകാശത്തിന് പോലും. ബ്ലാക്ക് ഹോളുകൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള ഗേറ്റ്വേ ആണെന്ന് പലരും പറയാറുണ്ട്. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ചുള്ള ഭാവന മാത്രമാണ് അത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതായത് വെറും സയൻസ് ഫിക്ഷൻ. പക്ഷേ ബ്ലാക്ക് ഹോളുകൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള ഗേറ്റ്വേ ആണ് എന്നുള്ളത് വെറും ഭാവന സൃഷ്ടിയല്ല. അതിന് വ്യക്തമായ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഏകദേശം 110 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ലാക്ക് ഹോൾ എന്ന പ്രതിഭാസം പ്രപഞ്ചത്തിൽ ഉണ്ടാവും എന്നൊരു സയൻസ് തിയറി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല, ഈവൻ സയന്റിസ്റ്റുകൾ പോലും. പിന്നീട് അത് ശരിയാണെന്ന് തെളിഞ്ഞു. ഇന്ന് പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അന്ന് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്ത അതേ തിയറി തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ബ്ലാക്ക് ഹോളുകളും മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള ഗേറ്റ്വേ ആണെന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ പ്രധാന ബ്ലാക്ക് ഹോളുകളാണ് സെല്ലാർ ബ്ലാക്ക് ഹോളുകളും സൂപ്പർ മാസ് ബ്ലാക്ക് ഹോളുകളും. സെല്ലാർ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നത് വലിയ നക്ഷത്രങ്ങൾ മരിക്കുമ്പോഴാണ്. ആ വലിയ നക്ഷത്രങ്ങൾക്ക് സൂര്യനേക്കാൾ 10-20 ഇരട്ടി മാസ് ഉണ്ടായിരിക്കും. നമ്മുടെ സോളാർ സിസ്റ്റം നിൽക്കുന്ന ഈ ഒരു മിൽക്കി വേയിൽ തന്നെ ലക്ഷക്കണക്കിന് സെല്ലുലാർ ബ്ലാക്ക് ഹോളുകളാണ് നിലവിലുള്ളത്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ പേര് സൃഷ്ടിപ്പിക്കുന്നത് പോലെ വളരെ വലിയ ബ്ലാക്ക് ഹോളുകളാണ്. ഇതിന് സൂര്യന്റെ ലക്ഷക്കണക്കിനും അല്ലെങ്കിൽ കോടിക്കണക്കിന് മാസ് കൂടുതലായിരിക്കും. ഈ ഒരു ബ്ലാക്ക് ഹോൾ എന്നത് പ്രപഞ്ചത്തിൽ എങ്ങനെ ഉണ്ടായതെന്ന് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ചില ഊഹാഭോഗങ്ങൾ ചില ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് പറയാം. ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ എല്ലാം ഗാലക്സിയുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തും ഇതിനെ കാണാം. 20-ാം നൂറ്റാണ്ട് വരെ മനുഷ്യന് ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. 1916-ൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ട് ജർമ്മൻ സയന്റിസ്റ്റാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ കണ്ടെത്തലുകൾ വെളിയിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പേര് കോൺ ഷോൺഷെൽ. അദ്ദേഹം കണ്ടെത്തിയത് ഈ റിലേറ്റിവിറ്റി ഉപയോഗിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏതൊരു മാസിനും ബ്ലാക്ക് ഹോളായി മാറാൻ സാധിക്കും. അതിനെ എത്രത്തോളം ടൈറ്റ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് ബ്ലാക്ക് ഹോളുകളായി മാറും. 1971-ലാണ് ഈ തിയറി ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായി മാറുന്നത്. ഈ സ്റ്റഡിയിലൂടെ അവരെ ബ്ലാക്ക് ഹോളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ബ്ലാക്ക് ഹോളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓരോ നിമിഷവും അത് സ്പേസിനെയും അതുപോലെ പ്രപഞ്ചത്തെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.